വി എസ് എന്ന് പറഞ്ഞ രണ്ട് അക്ഷരം കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായി മാറിക്കഴിഞ്ഞു. അദ്ദേഹം 96 പാർട്ടി സെക്രട്ടറിന് ശേഷം, അതിന് ശേഷം അദ്ദേഹത്തിനൊരു ഇവല്യൂഷൻ ഉണ്ടായിരുന്നു. മാരാരിക്കുളത്ത് തോൽവി, അതിന് ശേഷമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നുള്ള രാഷ്ട്രീയ നേതാവ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലെ പല പൊതു ഇഷ്യൂസും അദ്ദേഹം ടേക്കപ്പ് ചെയ്തു. കേരളത്തിലെ പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിൽ ഗ്രീൻ പൊളിറ്റിക്സ് കേരളത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നത് വി എസ് അച്യുതാനന്ദനാണ്. അതുപോലെ വുമൺ സെൻട്രിക് പൊളിറ്റിക്സ്, സ്ത്രീകളുടെ വിഷയങ്ങൾ, അങ്ങനെ സമൂഹവുമായിട്ട് ഒട്ടിച്ചേർന്ന വിഷയങ്ങളിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ എന്നുള്ള രാഷ്ട്രീയ നേതാവ് കേരളത്തിലൊരു വ്യത്യസ്തനാവുകയും അദ്ദേഹം പൊതുജനത്തിന്, ഇപ്പോൾ CPIM എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ മാത്രം ഒരു വോട്ട് ബാങ്കോ അല്ലെങ്കിൽ അതിൻ്റെ മാത്രം ഒരു നേതാവോ ഉപരിയായിട്ട് അദ്ദേഹം കേരള സമൂഹത്തിലേക്ക് വലിയൊരു എന്താ പറയുക, വലിയൊരു പ്രതീകമായിട്ടോ അല്ലെങ്കിൽ ആ കേരള സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് തന്നെയാണ് പറയുക. ആ രീതിയിലേക്ക് വി എസ് അച്യുതാനന്ദൻ വളർന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഏകദേശം 9 വർഷത്തോളമായി, 2019 6 വർഷത്തോളമായി മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെക്കുറിച്ച് എന്താണെന്ന് പോലും അറിയാത്ത ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ. എന്നിട്ട് പോലും ഈ പുതിയ തലമുറ പോലും വി എസ് അച്യുതാനന്ദനെ കാണാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അഭൂതപൂർവമായിട്ടുള്ള ഒരു തിരക്കായിരുന്നു എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിനൊരു നോക്ക് കാണാൻ, അദ്ദേഹത്തിനൊരു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. അങ്ങനെ ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് ഒരുപാട് നാൾ മാറി നിന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്രയും വലിയ ഒരു യാത്രയയപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ മനസ്സ് അല്ലെ കേരള സമൂഹം എങ്ങനെയാണ് അദ്ദേഹത്തിനെ കാണുന്നത്, ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു മെസ്സേജ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്ര കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളത്. വി എസ് അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ എന്തായിരുന്നു, എന്തൊക്കെ അദ്ദേഹം ചെയ്തു. ഇപ്പം വി എസ് അച്യുതാനന്ദൻ അന്ന് മതികെട്ടാൻ മലയിലും അതുപോലെ തന്നെ നിരവധി പിന്നെ എന്താ പറയുക, മൂന്നാറിലെ കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള പരിപാടിക്കൊക്കെ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് പുച്ഛമായിരുന്നു പൊതുസമൂഹം ആദ്യം. പക്ഷേ പിന്നെ അത് കൃത്യമായിട്ട് അദ്ദേഹം നടത്തി കാണിച്ചു കൊടുത്തപ്പോഴാണ് ജനങ്ങൾക്കത് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കത് മനസ്സിലാവുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യും. പിന്നെ അദ്ദേഹം ഒരു സേവിയർ എന്നുള്ള ലെവലിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പൊങ്ങി വന്നിരുന്നു. അത് സ്ത്രീകളുടെ ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യുന്നു. കേരളത്തിൽ പിന്നെ ഇങ്ങനെ ഒരു മോഷ്ടിച്ചു കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ പിടിക്കും അല്ലെങ്കിൽ അദ്ദേഹം ടേക്കപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ കള്ളന്മാർക്കോ അല്ലെങ്കിൽ ഈ അഴിമതി രഹിതമായിട്ടുള്ള സമൂഹത്തിനോ അങ്ങനത്തെ എല്ലാത്തിനും ഒരു പ്രതീക്ഷയും പ്രതീകമായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ഇപ്പോൾ ഈ പുതിയ തലമുറ തന്നെ അദ്ദേഹത്തിനെ വായിച്ചറിഞ്ഞിട്ടായിരിക്കും ഒരുപാട് ആളുകൾ ഇപ്പം കണ്ടിരുന്നത്, അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് പറഞ്ഞു കേട്ടറിവായിരിക്കും. എന്നാലും വി എസ് അച്യുതാനന്ദൻ എന്നുള്ള നാമം ഇത്രയും പ്രായമായ 101 വയസ്സ് ആണ് അദ്ദേഹം എത്രയാകുമ്പോൾ. അപ്പോൾ ആ സമയത്ത് പോലും ഈ 6 വർഷത്തോളം പൊതുരംഗത്ത് ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളിനൊക്കെ ഒരു മെസ്സേജുകളോ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പിങ്സ് അദ്ദേഹത്തിനെ കാണുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും പൊതുജനങ്ങൾ, അതായത് പുതിയ കുട്ടികൾ, നമ്മളിപ്പോൾ ആ യാത്ര ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാ സ്ഥലത്തും കൊച്ചു പ്രായമുള്ള ആളുകൾ, കൊച്ചു കുട്ടികൾ, അവരൊക്കെയായിരുന്നു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വി എസിൻ്റെ ഈ ഒരു യാത്രയയപ്പ് നൽകിയത്. അപ്പോൾ അത് തന്നെ വി എസ് ഒരു പ്രതീകമായിരുന്നു എന്നും വി എസ് ഒരു പൊതുസമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത ഒരു നേതാവായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു.